ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് അതാണ് ഗൈസ് നോക്കൂ, അതായത് നമ്മൾ അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടിയുടെ ഫൈനൽ വർക്ക്, അതായത് നമ്മൾ നമ്മുടെ വണ്ടിയുടെ പണി ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വണ്ടിയുടെ A to Z പാച്ച് മുതൽ എല്ലാ വർക്കുകളും, അതായത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ, അങ്ങനെ ഇതിൻ്റെ മേലെ, അതിൻ്റെ സൈഡ്, ഇതിൻ്റെ ലൈറ്റുകൾ, അതായത് ചൈനയിലേക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ നേരത്ത് നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, അസാഡ് ലൈറ്റ്, ഈ സംഭവങ്ങളെല്ലാം അവർ നോക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് പണിയണം. ഒരു മിനിറ്റ് കേട്ടോ. അങ്ങനെ കുറേ അധികം പരിപാടികൾ നമ്മുടെ വണ്ടി ചെയ്ത് തീർക്കണം. ഒരു കൊല്ലത്തേന് ഇനി വണ്ടിക്ക് പണിയെടുക്കാത്ത രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്ന മൊത്തം കാര്യം. ഞങ്ങൾ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 കൊല്ലം യാത്ര ചെയ്യണമെന്നാണ്. അതെ, ഈ ഒരു യാത്ര ഇങ്ങനെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓ ഗൈസ് നോക്കൂ, അതിൻ്റെ ഭാഗമായി ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ വണ്ടി എന്ന ആസാമിൽ വെച്ച് ഇടിച്ചു പൊളിഞ്ഞു പോയ മേൽഭാഗത്തെ സംഭവം. അതിൻ്റെ സെയിം സാധനമാണ് ഈ സാധനം. അപ്പോൾ അത് ഇക്ക വേറൊരു വണ്ടിക്ക് വേണ്ടി മേടിച്ചായിരുന്നു. അപ്പോൾ അത് ആ വണ്ടിക്ക് ഉപകാരപ്പെട്ടില്ല, പക്ഷെ ഇതിപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഉപകാരപ്പെട്ടു. കാര്യം എന്താണെന്ന് വെച്ചാൽ അവര് റിജക്റ്റ് ചെയ്ത് പോയി. ആ റിജക്റ്റ് പോയത് ഞങ്ങൾ അംഗീകരിച്ചു. ഞങ്ങളുടെ വണ്ടിക്ക് അത് ആവശ്യം വന്നു. അതെ ഗൈസ് നോക്കൂ, എന്തായാലും ഞങ്ങളെ നേരെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഞങ്ങളിവിടെ സ്ഥിരം ഭക്ഷണം കഴിക്കുന്ന ഒരു ഊണുകടയുണ്ട്. അപ്പോൾ ആ കടയിൽ പോയി ഊണ് കഴിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ പരിപാടി തുടങ്ങും. ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ സഫാരി ചെറുക്കൻ്റെ കാര്യമുണ്ട്. വണ്ടിയുടെ ഇൻഷുറൻസ് നമുക്ക് ഇന്നും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ 4 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫോട്ടോയും കാര്യങ്ങളും എടുത്തു കൊടുക്കേണ്ടി വരും. ഗൈസ് നോക്കൂ, അതായത് 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കേണ്ടി വരും. അപ്പോൾ വണ്ടിയുടെ ഇൻഷുറൻസിൻ്റെ പരിപാടി ചെയ്യട്ടെ, അത് ചെയ്യണം. എന്നിട്ട് നമുക്ക് വണ്ടി പൂട്ടിയിട്ടില്ല, പൂട്ടണോ? വേണ്ടല്ലോ, പണിയുന്നല്ലേ, അതിൻ്റെ ഒന്നും ഇല്ലടാ. വന്ന മാടാനെ എല്ലാവരെയും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ചോണ്ട് വരണം പണിക്കാരെ. എൻ്റെ വേണം ബാക്കി പരിപാടി. ഇതിനും കുറച്ച് പരിപാടി ഉണ്ട്. അത് ഇന്ന് ഇവനെ കൊണ്ട് ഞാൻ ചെയ്യും. അവിടെ പൂട്ടിയിട്ട് വരുമോടാ രാത്രിയിൽ? തരുമോ? ഇന്ന് രാത്രിയില്ലല്ലോ. ഗൈസ് നോക്കുക, അതായത് ഇതുണ്ടോ, ഇതിലേ നമ്മൾ വീട്ടിൽ കൊണ്ട് ഇടാൻ നേരത്തെ ഇനി മഴക്കാലം വരാൻ പോകുന്നു. ഇതിലെ വെള്ളം ഇറക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടിയിട്ട് ലെവലാക്കിയില്ലേ പണി പാളും. അതേപോലെ തന്നെ ഇതുണ്ടോ, ഇവിടെയൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ചെയ്യണം. കാരണം വീട്ടിൽ കൊണ്ട് ഇടാൻ നേരത്തെ അങ്ങനെ കുറേ വിഷയങ്ങൾ വരും. അപ്പോൾ അത് ഫിനിഷ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പണി പാളും. ഹായ് പ്രസാദ്, ഹായ്. ഫൈനലി ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നേരെ പോവാണ്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ അടുത്തുണ്ട് കേട്ടോ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലം. അവിടെ പ്രത്യേകതരം ഭക്ഷണം, നല്ല ഫുഡ്, അതായത് അപ്രോക്സിമേറ്റ് വളരെ ചെറിയ പൈസ ആകത്തുള്ളൂ. കുറേ അധികം ചെറിയ ചെറിയ മറ്റേ ഈ വറുത്ത സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. അല്ലേ ലഭ്യ? യെസ്, ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പൂട്ടിപ്പോയി. ഗൈസ് നോക്കൂ, ഇവിടെ ഒരു കിട്ടിയില്ല ഹോട്ടൽ ഉണ്ടായിരുന്നേ, പക്ഷെ അത് പൂട്ടിപ്പോയി. ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ അവിടെയായിട്ടാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് നജീബിക്കാണ് അവിടെ കൊണ്ടേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക. ഞങ്ങൾ സ്ഥിരം എപ്പം വന്നാലും അവിടെ പോയിട്ടോ ഊണ് കഴിക്കുക. ഊമ്പിപ്പോയില്ല, ഐലാൻഡായിരുന്നു. ഇത് തന്നെ. അപ്പോൾ ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ കഴിക്കേണ്ട സ്ഥലത്ത് ഇവിടെ ഇറക്കിയിട്ട് കേട്ടെ. ഈ കാണുന്നത് ഇവിടെ, ഇറ്റ് ഈസ് വെരി അമേസിങ് ഹോട്ടൽ, വെരി ബ്യൂട്ടിഫുൾ ഫുഡ്സ്. കമാൺ, ഇറക്കിട്ടോ. ഫൈനലി ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ഇവിടെ ഇല്ല, ഇതാണ് ഞങ്ങളുടെ സ്ഥിരം സീറ്റ്. ഇവിടെ സീറ്റ് ഇല്ലാതാകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകും കേട്ടോ. ഗൈസ് ഇവിടെ ആകുമ്പം ഒഴിക്കാൻ മോര്, സാമ്പാർ, അങ്ങനെയല്ലല്ലോ ഗൈസ്. ഇവിടെ ആകുമ്പോൾ ഒഴിക്കാൻ വേണ്ടിയാണല്ലോ, മോര് കിട്ടും, രസം കിട്ടും, സെറ്റപ്പ് ആട്ടോ. ഗൈസ് നോക്കൂ, നമ്മുടെ ഊണ് വന്നു കേട്ടോ. ഒന്ന് ഹായ് ചേട്ടാ. ഗൈസ് നോക്കൂ, ഇതാണ് പയറാണല്ലോ ഇന്ന്. പിന്നെ ചെറുപയർ, ചിങ്ങ, ചിലിമ്പിക്ക. ചിലിമ്പിക്ക അച്ചാർ ഇവിടുത്തെ ഒരു മെയിൻ സംഭവം കേട്ടോ. ഇനി സ്പെഷ്യൽ വരും, അത് വേറെ സെറ്റപ്പ് ആട്ടോ. ഗൈസ് ആ ഏരിയ നല്ലൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. മീൻ ചാറ്, വീട്ടിൽ മീൻ ചാറ് കിട്ടി, മത്തിക്കറി. ആയി ചേട്ടാ. ഗൈസ് നോക്കൂ, സാമ്പാർ വേണമല്ലേ, പിന്നെ ഇത് രസം, സാമ്പാറുണ്ട്, രസമുണ്ട്, മോരുണ്ട്, എല്ലാം ഉണ്ട്. ഗൈസ് ഇവരാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തി. ഇപ്പം നമ്മൾ ഇവരോട് പറയുക അല്ലേ? ഗൈസ് ഞാൻ ഇന്നവരിവിടെ ഗൈസ് ഇന്ന് ചേട്ടന് ഭയങ്കര സ്നേഹമാണല്ലോ ഇതിനെ. സാമ്പാർ ഞാൻ ഇന്നവരോട് സാമ്പാർ ചോദിച്ചിട്ടില്ല. നീയോ? ഇതാണ് നമ്മുടെ മെയിൻ സാധനം കേട്ടോ. ഈ കാണുന്ന സാധനം. ഇത് പള്ളത്തി ഒന്ന്, അടുത്തത് നന്ദൻ. നിനക്കിത് വേണോ ലിവിനെ? കൊഴുവ അല്ല, കൂന്തൽ വേണോ? എന്നാ കൂന്തലെടുത്തോ. ഇതാ കൂന്തൽ. ചെമ്മീൻ വേണോ? ചെമ്മീൻ അപ്പോൾ ഒരു ചെമ്മീൻ. പിന്നെ മത്തി എന്തൊരു സാധനം കുറവുണ്ടല്ലോ നമ്മൾ സ്ഥിരം മേടിക്കുന്നതിൽ. ഇത് കൊഴുവയില്ല.
മീൻപീര, ഒരു മീൻപീര. ഗൈസ് നിങ്ങൾ ഇത് എടുക്കുന്നുണ്ടെങ്കിൽ ഞെട്ടണ്ട കേട്ടോ, കാരണം ഇതിനകത്ത് 30 രൂപ 20 രൂപ അത്രയൊക്കെ ഉള്ളൂ. ഇതിന്റെ അകത്ത് മൊത്തം ബില്ല് 390-400 രൂപ മാക്സിമം അല്ലേ? ഞങ്ങൾ 4 പേരൊക്കെ വന്ന് കഴിക്കാനത്തെ അത്ര ആകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളുടെ സ്പെഷ്യൽ കിട്ടും. ഇനിയുണ്ട് ഐറ്റംസ്, ബീഫ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. തീർക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അതൊരു യാഥാർത്ഥ്യം കേട്ടോ. അതായത് നമ്മൾ എന്താ പറയുക, കുറച്ച് എല്ലാം ടേസ്റ്റ് ചെയ്യണമെന്നുള്ളവർക്ക് ഇവിടെ തന്നെ കിട്ടില്ല കേട്ടോ. ഒരാൾക്ക് കഴിക്കാനും ഉണ്ട്, നല്ല ടേസ്റ്റുമാണ് ടേസ്റ്റും അല്ലേ? റൈസ് നോക്കൂ. പിന്നെ മോര് ചോദിക്കട്ടെ. ഇതുണ്ടല്ലോ നല്ല ലൈസ് അല്ലേ? ലൈസ് ലൈസ് കഴിക്കുന്ന പോലെ കേട്ടോ. ഇത് പള്ളത്തിയാ, സോ ഗുഡ്. ഇത് നന്ദൻ, അത്ര ക്രിസ്പി അല്ലെങ്കിലും ക്രിസ്പിയാണ്. ഇത് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പാട്. നന്ദൻ ഏറ്റവും നല്ല മീനാണ് ഇത്. ഇത് ഏറ്റവും നല്ല മീനാണ് നന്ദൻ. ആ സത്യം കേട്ടോ. പാട് ഇത് മൊത്തം കഴിച്ചു തീർക്കുക എന്നുള്ളതാണ് അല്ലേ? കഴിച്ച് ഇത് വൃത്തിയാക്കി എടുക്കലാണ് ഓരോ സംഭവം. അങ്ങനെ ടേസ്റ്റാണ്. ഫൈനലി ഈ കാണുന്നതാണ് സൂചിക്കൊടുവ. ഫൈനലി എന്നുള്ള സൂചിക്കൊടുവ കേട്ടോ. ഇറ്റ് ഇസ് വെരി ടേസ്റ്റി. ഇതും ക്രഞ്ചിയാണ്. ഇത് നമ്മൾ മിക്സറല്ലേ, മിക്സർ അതുപോലെ കിട്ടും അല്ലേടാ? പൊടിമീൻ കഴിക്കണേ ഇവിടെ വന്നത് അല്ലേ? അതെ. ഫൈനലി മോരും രസവും ചേട്ടൻ കൊണ്ട് തന്നു. അത് മോര് അതുപോലെ ഒഴിച്ചു കുടിക്കാം കേട്ടോ. അത് രസം. രസം ടോപ്പ് ഒന്നും പറയണ്ട. അതോ അങ്ങനെ ഉണ്ടോ? അടിപൊളിയല്ലേ? ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ ഇറങ്ങി. ഈ കാണുന്ന കേട്ടോ ഹോട്ടല് ഒരു ചെറിയ ഹോട്ടലാണ്, പക്ഷേ കിഡിലും ഫുഡ് എന്ന് വെച്ചാൽ കിഡിലും ഫുഡാട്ടോ. അത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവിടുന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടം വരെ വരുന്നത് കേട്ടോ. ഇറ്റ്സ് വെരി അമേസിങ് ഗൈസ്. ഇനി ചെന്നിട്ട് എന്തൊക്കെ പരിപാടി ചെയ്തു തീർക്കാണെന്ന് അറിയോ? അതെല്ലാം ഇനി ചെയ്തു തീർക്കണം കേട്ടോ. ഫൈനലി ഞങ്ങൾ അങ്ങനെ ഊണ് കഴിച്ചു വന്നു. ഊണ് കഴിച്ചു വന്നപ്പം എല്ലാവരും ഊണിന് പോയി കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും വരുമ്പോൾ 2 മണിയാവും. ലിബിന ഹായ്, നജീബ്ക്ക ഹായ്, ഇക്കാണോ? കൈസ് നോക്ക്, വണ്ടിയുടെ ഓരോ പരിപാടികൾ ചെയ്യുവാണ്. കൈസ് എല്ലാവരും മേലോട്ട് കയറി പോയി. ഇതിന്റെ ടൂർ പോവാണോ? ഇല്ല, വയറല്ല, മറ്റേ സാധനമാ. ടാഗ് പൊട്ടിച്ചോ, വലിച്ചു പൊട്ടിച്ചോ ലിബിനെ ഇത് പൊട്ടിക്ക്. ഈ സാധനം നമുക്ക് മാറ്റിയിട്ട് ആ സാധനം കിട്ടണം. പക്ഷെ വേറെ കുഴപ്പമുണ്ട്, സാധനം ചെറുതായി പോയി. മറ്റേത് വലുത് ചെറുതും. അപ്പൊ അത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യണം. എന്നാ മേടിക്കണ്ടോ? പിന്നെ ഗ്യാപ്പ് ഉണ്ടാവില്ലേ? ഗ്യാപ്പ് ഉണ്ടാകാതെ നമുക്ക് അടിച്ചു വെച്ച് നോക്കിക്കോ ഇക്ക. അതിന് മുമ്പ് അത് ചളങ്ങിയത് റെഡിയാക്കണം. ഒറ്റ ഇടിക്ക് പോയതാട്ടോ. ആ അത് ഊരാൻ പറഞ്ഞേക്കാ. എന്നിട്ട് ഈ ബാക്കിൽ വരുന്ന ഗ്യാപ്പ് ഇല്ലേ, ഈ ഗ്യാപ്പ് നമ്മള് കനമുള്ള ഷീറ്റ് വെച്ചിട്ട് ടാക്ക് ചെയ്ത് അവിടെ അടച്ചളയും. ഈ സൈഡ് അടച്ചളയും. അത് അങ്ങനെ ഇറങ്ങണ്ട താഴോട്ട്. അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇത് എവിടെയാ മേടിക്കാൻ കിട്ടുന്നേ? ആ കിട്ടൂലേ? ഇത് എവിടെ നിന്ന് വന്നാ? ഡൽഹിയിൽ നിന്ന് വരുത്തിച്ചാ? കൂമ്പി ഐസ് നോക്കൂ, ഈ കാണുന്ന സാധനം ഇക്ക ഡൽഹിയിൽ നിന്ന് വരുത്തിച്ചാട്ടോ. ആ പക്ഷെ ഇത് 2-3 മോഡലുണ്ട്. വോൾവോ അങ്ങനെയൊക്കെ മോഡലുകളുണ്ട്. നമുക്ക് 4 ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് പണിത് വണ്ടി പോകണ്ട കേട്ടോ. അതിനിപ്പോ പരിപാടി ചെയ്യണം. എന്നാ പിന്നെ ഒരു പണി സഞ്ജിത്തിനോട് വേണ്ട, അത് അഴിക്കാൻ പറ. അതെ അത് തന്നെ. അത് തന്നെ, അത്ര തന്നെ. ഞങ്ങളുടെ വെബ് സീരീസിൽ അഭിനയിച്ചപ്പോ നടന കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഹിന്ദിക്കാരെ കാണിക്കാൻ വേണ്ടി ഇവനെ കൊണ്ട് ഹിന്ദിയിലും പറയിപ്പിച്ചു. ഈ വിളിച്ചിട്ട് ആജ് വെബ് സീരീസ് ആയേഗാ ഗൈസ്. അവൻ ഇന്ന് ചെയ്തു തരാം കേട്ടോ. അത് പറഞ്ഞ ഇക്ക അതിനുശേഷം റൂഫ് റെയില് അത് തന്നെ. പിന്നെ അതേപോലെ അടിയിലെ പൈപ്പ്, ആ വണ്ടിയിലെ ബാത്റൂം മൂരി ഇത് ഫിറ്റ് ചെയ്യണം. പിന്നെ CCTV ഇപ്പോൾ ഉള്ള CCTVക്ക് സ്ക്രീൻ വെക്കണം. പിന്നെ പുതിയ CCTV കൊണ്ടുവന്ന് വെക്കണം. പിന്നെ അതേപോലെ തന്നെ പിന്നെ അഴിച്ചു വെച്ചേക്കുന്ന ഡോറിലേക്കാ അതിന്റെ 2 മറ്റേ ഇത് പോയി. ഏത് ഞാൻ കാണിച്ചത്? ഇറങ്ങി വാ, ഭൂമിയിലേക്ക് ഇറങ്ങിക്കാ. നിങ്ങളോട് പറഞ്ഞു ഭൂമിയിലേക്ക് ഇറങ്ങാൻ.
ഭൂമിയിലേക്ക് ഇറങ്ങിക്കാ. ഗൈസ് നോക്കൂ, ഞങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങട്ടെ കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പോകട്ടോ. ലിവിന് അവരെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി പോവാ. ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് പരിപാടി 10 ദിവസം. അതല്ല ഒരു മാക്സിമം വെയിറ്റ് ചെയ്യാൻ എത്ര രൂപ? അല്ല മാക്സിമം മറ്റേ ചെറിയ വണ്ടി. അതെ. പിന്നെ കേക്ക് അടുത്തത് ഇതിന്റെ അടിയിൽ ഒരു പച്ച പോകുന്നു. അന്നത്തെ പൈപ്പ് ചുളുങ്ങിയിട്ട് ബാത്റൂമിന് വേസ്റ്റ് പോകുന്നില്ലായിരുന്നു. അത് നമ്മൾ ആ ചുളുങ്ങാത്ത പച്ച പൈപ്പ് ആക്കണം. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ബാത്റൂം ലീക്കാ. അപ്പൊ ആ സാധനം ബസ്സേല ഊരണം. സ്റ്റീൽ പൈപ്പ് നമ്മളോട് മേടിച്ചത് ഇരിപ്പുണ്ട്, പക്ഷെ അത് കുറച്ച് വണ്ണം വേണം. അല്ല 3/4 ഇഞ്ചല്ലടാ. 4 പോരാ, അത് വലുത് 2 ഇഞ്ചോ. എന്റെ പൊന്നിക്ക ഇത് 2 ഇഞ്ചോ? അതല്ലെന്ന് ഇത്. അല്ല അത് മനസ്സിലായി, അത് ഞാൻ പറഞ്ഞതേ സ്റ്റീൽ പൈപ്പ് അത് വേണോടാ. വേണോ? നോക്കൂ, ഇത് കണ്ടോ, ഈ കാണുന്ന പൈപ്പ് മാറ്റുന്ന കേസാണ് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളെന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം അല്ലേ? ഒന്നും അല്ലേ ഓർക്കാൻ സാധിക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഞാനൊരു കേസ് ചോദിക്കട്ടെ? അല്ലേക്കാ, ഈ കാണുന്ന 2 പീസ് കട്ട് ചെയ്ത് കളയണം. നമുക്ക് ഈ സ്കേറ്റിന് ഇവിടം വരെ നമുക്ക് അപ്രൂവൽ ഉള്ളതാണ്. പക്ഷെ തട്ടുപോയിക്കാം നോക്കണ്ട, തട്ടി പോട്ടെ. ഇതെന്താ സംഭവം? അതിന്റെ ഭംഗിയതാണ്. ഇത് കളഞ്ഞു സ്കൂൾ ബസ് പോലെ ഇരിക്കും. സ്കൂൾ ബസ് പോലെ ഇരിക്കും. കാര്യമായിട്ട് പറഞ്ഞേ, അതിന്റെ ആ സ്കേർട്ടിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ സൈഡിലിടുന്ന സ്കേർട്ടും അതായിട്ട് കണ്ടിന്യൂഷൻ ആണ് അതിന്റെ ഏറ്റവും നല്ല ഭംഗി. അത് മാറ്റി പിന്നെ ഫോളോവേഴ്സ് നിങ്ങൾ പറയൂ, കാര്യം പറയൂ, ആ മാറ്റണോ വേണ്ടെന്നുള്ള. മാറ്റണ്ട. പിന്നെ അടുത്തത് പിന്നെ അതേപോലെ തന്നെ വേറെ ഞാൻ മറന്നുപോയെ, ഇത് ഇറക്കി അടിക്കണോ മൊത്തം? ഈ കാണുന്ന ഫ്രണ്ടിലെ ഇത് അന്ന് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ട് ഈ സാധനം ഫിറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടില്ല, മാറ്റി ഫിറ്റ് ചെയ്യണം. അപ്പൊ ഇതോ ഇത് തന്നെ അയ്യോ, ഇത് അന്ന് ഞാൻ ഊരിപ്പോയിട്ട് ഞാൻ ബിറ്റ് അടിച്ച് വെച്ചേക്കുന്ന. അതയച്ചിട്ട് സാധാ ഫ്ലാറ്റ് സെൽഫ് കൊടുത്തിട്ട് പുട്ടിട്ട് പെയിന്റ് ചെയ്തത്. അങ്ങനെ തന്നെ ചെയ്യാറ്. നമ്മളിതൊരു ഗ്രൂ അടിച്ചിട്ട് അതിലേക്ക് ഇറങ്ങി നിൽക്കും. പിന്നെ നമ്മൾ പുട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ അറിയൂല. ഇപ്പൊ നിങ്ങൾ എളുപ്പത്തിന് അടിച്ചാലേ മാറ്റാം. നോക്കി ഇതിന്റെ എല്ലാം എഴുതി വെക്കണം, ചിലപ്പോൾ ഞാൻ മറന്നു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അയ്യോ ഞങ്ങളുടെ വീഡിയോ ഉണ്ടാണോ? എന്നാ നിനക്ക് ഇവിടെ എത്ര ഡേറ്റ് പറഞ്ഞേ? 5 ദിവസം കുറച്ച് തരും. എന്തൊക്കെയാ നിനക്ക് വേണ്ടേ? ഏത് വണ്ടിയാടാ? ബാർബൻസാ? മൊത്തം മാറ്റി പണിയണോ? പുതിയ മോഡലാക്കണം, പുത്തൻ വണ്ടിയാക്കണം. അല്ല ഞങ്ങളുടെ കൂപ്പൺ കോഡ് ഉണ്ട് കേട്ടോ, അത് വെച്ച് 5% ഡിസ്കൗണ്ട് കിട്ടും. അല്ല എത്ര ദിവസം നിന്നോട് തരാന്ന് പറഞ്ഞ? 25. എത്ര ദിവസം ഇപ്പൊ? 1 മാസമായി. ഓക്കെ. പാവം ഇതാ ഇക്ക ഇങ്ങ വന്നേ. ഇക്ക ഗൈസ് നോക്കൂ, ഈ കാണുന്ന വണ്ടിനെ കുറിച്ച് എല്ലാവരും കുറേ കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. ഇതൊരു പൊളിറ്റിക്കൽ ആവശ്യത്തിന് വേണ്ടി പണിയുന്ന വണ്ടിയാണ്. അപ്പോൾ കുറേ പേര് ഇത് കൊടുക്കുന്നുണ്ടോ, ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്നൊക്കെ ചോദിച്ചു. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പൊളിറ്റിക്കൽ ഇപ്പം വരുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു എം പി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള വണ്ടി പണിയുന്നതാണ്. ഇത് മൊത്തം കട്ട് ചെയ്ത് ഇതിൽ പ്രധാനപ്പെട്ട എറണാകുളത്തെ ഒരു MP വേണ്ടി ഈ കാണുന്ന ഈ വണ്ടി ഇത് ഫുള്ള് ടോപ്പൊക്കെ കട്ട് ചെയ്തിട്ടോ. അങ്ങനെയല്ലേ? എങ്ങനെയൊക്കെ ഇത് പ്രചരണത്തിന് പോണ വണ്ടിയല്ലേ? അപ്പൊ എന്താ വെച്ചാല് ആൾക്ക് കയറി നിന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൈ വീശണം എല്ലാവർക്കും. കാരണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള എല്ലാ സെറ്റപ്പും ഈ മാസം അവസാനം കൊടുക്കേണ്ട വണ്ടിയല്ലേ? ഈ മാസം 28-ാം തീയതി കൊടുക്കണം. നോക്കൂ, ഈ മാസം 28-ാം തീയതി കൊടുക്കണം. നല്ല വണ്ടിയാണ്, നോക്കിയാൽ നല്ല ലക്ഷറി ആയിട്ട് പണിത വണ്ടിയാണ്. ഇതുപോലെ ഇനി കട്ട് ചെയ്ത് ലെവലാക്കി സെറ്റപ്പ് ചെയ്ത് എടുക്കാണ്ട് ഡോറൊക്കെ കട്ട് ചെയ്ത്, ഈ ഡോറെല്ലാം കട്ട് ചെയ്ത്, ഈ സൈഡെല്ലാം കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് റെഡിയാക്കി ഓപ്പൺ ആയിരിക്കണം. ഓപ്പൺ വണ്ടിയായിരുന്നു. അത് മേളിൽ പൈപ്പൊക്കെ പോയിട്ട് മേളിൽ അവർക്ക് വെയിലുള്ളായിരിക്കാനുള്ള സംഭവമൊക്കെ ചെയ്ത് കൊടുക്കണം. അതിന് പിടിച്ചിങ്ങനെ യാത്ര ചെയ്യും. ജനറേറ്റർ വയറിങ് കുറെ പണിയുണ്ട്. 28-ാം തീയതി കൊടുക്കണം. ഓഹോ ഗൈസ് നോക്കുക. അപ്പം ഞാൻ എന്നോട് കുറേ പേര് വീഡിയോ ചോദിച്ചായിരുന്നു, ഞാൻ കമൻറ്റ് കണ്ടായിരുന്നു. അപ്പോൾ അതാട്ടോ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇത് നമ്മുടെ വണ്ടി റഫായിട്ട് കിടന്ന് ഓടുന്നതുകൊണ്ട് ഈ കാണുന്ന ഡോറ് എപ്പോഴും നമുക്ക് ഓരോ ഒരാൾ അങ്ങോട്ട് വിളിക്കുന്നു, ഒരാൾ ഇങ്ങോട്ട് വിളിക്കുന്നു. കാണുന്ന ഡോറുണ്ടല്ലോ, ഈ കാണുന്ന ഡോറിന് അത്യാവശ്യം നല്ല വെയിറ്റ് ആണ്. ഇത് നോക്കിയാൽ പിന്നെ നല്ല വെയിറ്റ് ആണ്. ഞാനെല്ലാം എടുത്തു വെച്ചേ. എങ്ങനെ 20 കിലോ. ഇത് മൊത്തം ലെവലാക്കി ACP ഒട്ടിച്ചാൽ ഇത് കണ്ടോ, ഇത് വിട്ടു പോന്നു. അവിടെ കണ്ടോ അടി? ഇതെന്താ സംഭവം? ഇത് നോക്ക്, ഇത് വിട്ടു വന്നു. ഇത് കണ്ടോ?
ഇതെന്താ സംഭവം അറിയോ, ഈ ഇതില്ല ഇത് നല്ല വെയിറ്റ് ആണ്. പക്ഷെ നമ്മുടെ ഫൗണ്ടേഷൻ നമുക്ക് അതുമ്മ ഫിറ്റ് ചെയ്യുന്ന ഭാഗം ഒന്ന് നോക്കണം. പല സ്ക്വയർ ട്യൂബ് ആണോ അതോ വെറുതെ പോലെ വുഡിലാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രൂ ഊരി പോരും. അതാണ് വിഷയം. സ്ലൈഡിംഗ് ഡോർ അല്ലേ, നമുക്ക് പോയിട്ട് 2500 ഫൈബർ ഡോർ മേടിച്ചിട്ടുണ്ടോ? അല്ല, ഫൈബർ ഡോർ വെച്ചാലും ബാത്റൂമിന്റെ സെയിം അളവിലുള്ള ഡോർ അല്ലല്ലോ, അത് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ പണിത് തരും, ഒരു ദിവസം മതി, ഒരു പണിത് തരും. ഒരു ഡോറൊന്നും ചെയ്ത് തരില്ല. ചോദിച്ചു നോക്കിയാൽ ഇല്ല, നമുക്ക് ഇങ്ങനെ തുറക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടോ? തുറക്കാനല്ല, ഇങ്ങനെ തള്ളണം. അതിനത് വെക്കണ്ട, അതിന് ഇത് തന്നെ വെക്കണം. വെയിറ്റ് ഉള്ള വെയിറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു നല്ല വെയിറ്റ് ഉണ്ടെന്നേ. വലിയ വെയിറ്റ് എന്ന് പറയാനുള്ളതൊന്നുമില്ല, നമുക്ക് അതിനും നല്ലതേ. ഞാൻ പറഞ്ഞേക്കെ, പുതിയ ഡോറൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുമിട്ട് ഒരുപാട് പണി വരുന്നുണ്ട്, വെറുതെ ആവശ്യമില്ലാതെ. ചിലപ്പോൾ ക്ലിയർ ആയില്ലേ പണി, ഇത് നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ. ജോജോ പിടിച്ചു വെച്ചാ ജോജോ പിടിച്ചു വെച്ചത്. ജോജോ ഇനി എനിക്ക് 2-3 സാധനങ്ങൾ തരാനുണ്ട്, വണ്ടിയുടെ റൗണ്ടും അതും ഇതൊക്കെ. പൈസ കൊടുക്കാത്തോണ്ട് സിക്കോയ്ക്ക് ഇപ്പൊ എങ്ങോട്ടും പോകത്തില്ല. ഒരു വശത്ത് ഇവൻ, ഒരു വശത്ത് ഞാൻ, ഇവന്റെ വണ്ടി, ഞങ്ങളുടെ വണ്ടി. പിന്നെ വേറെ എന്നാണ് നമുക്ക് പരിപാടിയുള്ളത്? വേറെ അടിയിലെ ഓരോന്നോരോന്ന് ചെയ്തു പോവാ, അടിയിൽ നോട്ടൊക്കെ ചെയ്തു. ഇതൊന്ന് എഴുതിച്ചാലോ ആരെങ്കിലും കൊണ്ട്? ഇത് ഇത് ഇന്ന് രാത്രി ഇവിടെ വൈറ്റ് പ്രൈമർ അടിക്കണം. പിന്നെ ഇതെവിടെയല്ല ഈ ലീക്ക് ആകുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്യണം. ഇത് വേറെ ഒന്നുമല്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ എവിടെയും പോയി കഥാപ്രസംഗം പറയാനല്ല, കിടന്നുറങ്ങാനുള്ള വണ്ടിയല്ലേ. ഇപ്പൊ തൽക്കാലം പിടിക്കൊണ്ടില്ലേ, അപ്പൊ നമുക്ക് ഇവിടെ പ്രൈമർ അടിച്ചുവിടാം. അത്രേ ഉള്ളൂ. അതതിന്റെ തീരുമാനം. ഇന്നിപ്പം 2 മണി അവന്റെ കണ്ണില് ഇത് പോയിട്ടോ, അതായത് വേർപ്പ് പോയിട്ട് കണ്ണ് എന്താ പോലെ. അതായത് ഇന്നിപ്പം പണിക്കാരിപ്പം വരും, അപ്പോഴത്തേക്കും പരിപാടി. കുറേ പേരെ കമൻറ്റ് കണ്ടു, മോനെ പണിയെന്നുണ്ട് പണിയൊന്നും കാണുന്നില്ലല്ലോ ഗൈസ്, ഇന്ന് പണിയുണ്ട്. എന്നാ പറ്റിയ? ഓ ഗൈസ്, ഇക്ക ഫുട്ബോൾ കളിക്കാൻ പോയി കളിക്കാൻ പോയതല്ല, വെറുതെ പോയിട്ട് പുള്ളിക്കാരൻ വർക്ക് നോക്കാന്നതാ. ഇത് ഷർട്ട് ഈ ബട്ടൺസ് ഇട്ടിരുന്നെങ്കിൽ അത് കാണൂലായിരുന്നു. ഇതെന്നെ സംഭവം അറിയാമോ? റാഡല്ല, ACP ഷീറ്റ് കട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ജസ്റ്റ് ഇക്കോട്ട് 50 രൂപ കൂട്ടിച്ചു വെച്ചു. അപ്പം പറഞ്ഞ അടുത്ത ആഴ്ച തരുന്നത്. അവൻ നൈസായിട്ട് പുള്ളി വന്ന് പൊച്ച തെരപ്പി. ഞാൻ നീറുന്ന പോലെ പുള്ളി നീറണമെന്ന്. ഗൈസ് നോക്കൂ, അവനതൊക്കെ എഴുതി കൊടുക്കാൻ കേട്ടോ. ഗൈസ് ഞങ്ങളുടെ ഇവിടെ വണ്ടി പണിയാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടി പണിയുന്ന ലോൺ കിട്ടും കേട്ടോ. അല്ലേക്കാ, നമ്മൾ വണ്ടി പണിയാൻ ലോൺ എടുക്കില്ല, നമുക്കില്ല. ലോണില്ല, അതല്ലെന്ന് കമ്പനി കൊടുക്കൂല ലോണ്. നിങ്ങൾ ഇപ്പൊ പുതിയ പ്രൈം എടുക്കാൻ നേരത്തെ ലോൺ കൊടുക്കൂല ഇത്ര പൈസ. ടെമ്പോ ട്രാവലറുകള് ഇപ്പൊ പുതിയ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഇപ്പൊ നമുക്ക് കൊട്ടേഷൻ മേടിച്ചിട്ട് ആൾക്കാർ ഒരുപാട് പേര് നമ്മുടെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് ചെയ്തു പോകുന്നവരുണ്ട്. പുതിയ വണ്ടി എടുക്കുമ്പോൾ കിട്ടും. അതാ ഞാൻ പറഞ്ഞത്, വണ്ടി പണിയാൻ വേണ്ടി ലോൺ കൊടുക്കാതെ. അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത്, പുതിയ വണ്ടി ടെമ്പോ ട്രാവൽ എടുക്കാൻ ലോൺ കിട്ടൂലേ ബോഡിക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റപ്പ് ആക്കി തരും. സെറ്റപ്പ് ഒന്നും അല്ല, അത് കമ്പനി കൊടുക്കുന്നതാണ്. ഇവിടെ വന്ന് കൊട്ടേഷൻ മേടിക്കും. ഇവിടെ നിന്ന് കൊട്ടേഷൻ മേടിച്ചാൽ ബാങ്കിൽ കൊടുക്കുന്നു. ബാങ്ക് നേരെ അത് വെരിഫൈ ചെയ്തിട്ട് അവർ നേരെ ആ പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. നമ്മളത് പണം കൊടുക്കുന്നു. അതുപോലെ പ്രൈമ അങ്ങനെയുള്ള ഏതൊക്കെയോ വണ്ടികളിലൊക്കെ പണിയുണ്ടല്ലേ, പുതിയ വണ്ടികളുടെ. ഗൈസ് അത് ആരെങ്കിലും അറിയാത്തതുകൊണ്ട് പറഞ്ഞ കേട്ടോ. 2 മണി വരെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് വേണം ഇനി പണിയെടുക്കാം കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം നമ്മുടെ വണ്ടിയുടെ പരിപാടികൾ ഏകദേശം വീണ്ടും തുടങ്ങി. പോവാണോ? പോവാ ഗൈസ് നോക്കൂ. അതായത് എന്നാലും ഇവനെ പരിപാടി എനിക്ക് മനസ്സിലായില്ല. എങ്ങനെ ഐഡിയ എങ്ങനെയാ? എങ്ങനെ ഇറങ്ങൂല? പഴയ സാധനം ഉള്ളിൽ തന്നെ കിടക്കുക, പൊട്ടിക്കാതെ കയറ്റാൻ പറ്റുമോ ഉടായ്പ നോക്കി, നടക്കൂല. അത് ഊരി എടുക്കണോന്ന് പറയാം അവനോട്. ഊരി എടുക്കാൻ പോവാ. ബിപിൻ ചേട്ടാ, അത് ഊരി എടുക്കാൻ പറ്റൂല ബിപിൻ ചേട്ടാ. അത് ഊരി എടുത്തിട്ട് ഈ വെക്കുന്ന സാധനം ഇല്ലേ, ഇതിനനുസരിച്ച് സാധനം അടിക്കണം. ഇവിടെ പക്ഷെ ഇച്ചിരി കൂട്ടണം, അത് വലുതാ, ഇത് ചെറുതാ. ACP നടക്കുവോ? ലീക്കാവോ? ലീക്കാവൂല? ആണോ? ഇടിച്ചു പോകാൻ നേരത്തെ ഒരു ഇതുമില്ലായിരുന്നു, ഇപ്പൊ വെക്കാൻ നേരത്താ പാട്. ഒറ്റ സെക്കൻഡ് ഉണ്ടല്ലോ ഇടിച്ചു പറഞ്ഞു പോയതാട്ടോ, ഇപ്പൊ വെക്കാനാ പാട്. ഇവനാ വെള്ളസാധനം ഇറക്കി കിടന്ന് നോക്കട്ടാ. ആ വെള്ളസാധനം കേറ്റാ, നമുക്ക് കേറ്റാം. ഒന്ന് പിടിച്ചേ. ഇതാണ് നമ്മുടെ പുതിയത്. ഇതാണ് നമ്മുടെ അന്ന് അടിച്ചു പൊട്ടിപ്പോയ സാധനം. ഈ കാണുന്ന കേട്ടോ, ഈ കാണുന്ന സാധനമാണ് അന്ന് അടിച്ചു പൊട്ടിപ്പോയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഫാൻ ഇതിൻ്റെ അകത്ത് കയറ്റണം. പിന്നെ അതേപോലെ തന്നെ അവിടെ കാണിച്ചിട്ടുണ്ട് ഈ ലോക്ക്.
ഈ ലോക്ക് ഓപ്പൺ ചെയ്യാനും അൺലോക്ക് ചെയ്യാനും പറ്റിയ സാധനമാണ്. ഈ സംഭവം നമുക്ക് അതിനകത്ത് കയറണം കേട്ടോ. ആ സംഭവം നമുക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ വണ്ടിയുടെ ഇപ്പോൾ എഴുതിക്കണം, സെൻട്രൽ ലോക്ക് മുതൽ അങ്ങനെ എല്ലാ സാധനത്തിനും ലിസ്റ്റ് ഞാനിപ്പോൾ എഴുതിക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് കേട്ടോ. അല്ല ഞാൻ ബ്രൗഷർ എഴുതട്ടെ കേട്ടോ. കൈസ് നമുക്ക് ബ്രൗഷർ എഴുതട്ടെ, ഇല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല, ഡിലേ ആവും, വണ്ടി ഭയങ്കര ഡിലേ ആട്ടോ. അങ്ങനെ ഡിലേ ആയി കഴിഞ്ഞാൽ നമുക്ക് പണി പാളും. അതായത് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ 2 പവർ വിൻഡോയും അതുപോലെ 2 ഇതിൻ്റെ സെൻട്രൽ ലോക്കും നമുക്ക് മാറ്റണം. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വിഷയമാണ്. അതിന് ഇതിൻ്റെ മാത്രമേ പറ്റുള്ളൂ. ഇതിൻ്റെ മാത്രമേ ഇല്ലെങ്കിൽ വയറിങ് മാറേണ്ടി വരും. വയറിങ് മാറുമ്പോൾ ചിലപ്പോൾ ഫൗണ്ടേഷൻ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പണിയേണ്ടി വരും. ഇതിൻ്റെ സെൻട്രൽ ലോക്കിന് അല്ല സോറി ഇതിൻ്റെ പവർ വിൻഡോ 8000 രൂപ. 8000 രൂപ. ആ കൊള്ളാലോ. നമുക്ക് 2 മാറാം. പിന്നെ പവർ വിൻഡോയ്ക്ക് 8000 കേട്ടോ, ഇതിൻ്റെ 2 എണ്ണത്തിനും കൂടെ. സെൻട്രൽ ലോക്ക് മാറണം. ഞാൻ ഇവനെ കൊണ്ട് ഓരോന്നോരോന്ന് എഴുതി. എടാ പവർ വിൻഡോ എഴുതിക്കോ പോലെ. പവർ വിൻഡോ ഇത് ബ്രൗസർ എഴുതുക കേട്ടോ. ബ്രൗസർ അല്ലടാ എന്നാ പറഞ്ഞ ജോബ് കാർഡ്. അതെ തെറ്റുണ്ടായത്. പിന്നെ ഇതിപ്പോ എന്നെ എഴുതി പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഇത് മൊത്തം ഒന്ന് എഴുതിക്കട്ടെ കേട്ടോ. അത് എഴുതിച്ചിട്ട് വേണം ഇതനുസരിച്ച് വേണം പണിയെടുക്കാൻ. പണിയെടുക്കും 2 സീറ്റ് ബെൽറ്റ്. ആയിക്കോട്ടെ. ലിവിനിപ്പോഴും ഇതിന്റെ മേലിൽ തന്നെ എന്നാടാ മേൽഭാഗം എന്നാടാ ലീക്ക് ഉണ്ടായല്ലോ കേട്ടോ. എഞ്ചിൻ കവർ ഊരിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫോം അടിക്കണം. ഇപ്പം തന്നെ ഏകദേശം 8 4 ഓടാ 12. ഡാഷ് കിട്ടാനില്ലല്ലോ, മറ്റേത് വേണ്ട, അതൊരു സുഖമില്ല നമ്മുടെ ഉള്ളത്. പിന്നെ എടാ CCTV ഫിറ്റിങ് എന്ത് അത് 2 ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഉള്ളി വേറെ നീ ഒന്ന് ഉള്ളിലേക്ക് വെക്ക്, ബേക്കോട്ട് വെക്ക്. നീ ബേക്കോട്ട് പോ, ഏറ്റവും ബേക്ക് ഇരിപ്പടാ എടുത്തിട്ട് വന്നേ. ബേക്കിൽ പോക്കില്ലേ, ബേക്കിലേക്ക് പോ. CCTV ഫിറ്റിങ്. പിന്നെ CCTV അങ്ങ് ബേക്കിൽ ബാത്റൂമിന്റെ അവിടെ ഓ. ഓ മൈ ഗോഡ്, നിങ്ങൾ ഇത് കാണുക. പുള്ളിക്ക് പ്രാന്തായിട്ടോ, എല്ലാരും കൂടി ആയപ്പം പുള്ളിക്ക് വട്ട് കയറിട്ടോ. ഇത് 4 എണ്ണത്തിന്റെ കേട്ടോ. എങ്ങനെയാ അവിടെ പൊടിയായേ? പിന്നെ മുകളിൽ വെട്ടി കണ്ടിച്ചോണ്ടിരിക്കല്ലോ ഇവിടെ. ഓഹോ ഇത് ഫിറ്റ് ചെയ്യണം കേട്ടോ. ബാ ടോണി കമാൻ. എടാ പിന്നെ CCTV പുതിയത് ഫിറ്റിങ്, അതിന് സ്ക്രീൻ ഫിറ്റിങ്, റിവേഴ്സ് ക്യാമറ ഫിറ്റിങ്. എഴുതാ അഖിൽ കുട്ടാൻ നോക്കൂ. അഖിൽ വരുന്നുണ്ട്, അഖിൽമോൻ വരുന്നുണ്ട്. വേറെ ഒന്നും കാണാനില്ലടാ. ഇക്കൊക്കെ പാൻ്റായിട്ട് ആക്കണേ. ഇക്കാവും പിടിക്കാൻ പറ്റുന്നുള്ള രീതിയിലാണ് വരുന്നത് കേട്ടോ. ആ ചിരി നോക്കിയാ, നാക്കൊക്കെ ഇവിടെ ഇരിക്കണമെന്ന് നോക്കിയാ. എടാ അതായില്ലടാ. പിന്നെ എന്നാടാ, പിന്നെ എടാ ഈ കാണുന്ന ഇത് കണ്ടോ, ഇതിന് സ്ക്രൂ അടിച്ചൊന്ന് ലെവൽ ചെയ്യണം. അത് കണ്ടോടാ, ഇത് കണ്ടോടാ. അതല്ലടാ ഇത് എടാ അവിടെ കണ്ടോടാ. ഇത് ഞാൻ എന്റെ ക്യാമറ സൂം ചെയ്ത് നോക്കും. ഈ സാധനം അതൊന്ന് ടൈറ്റ് ആണ്. അഖിലെ വിളിക്കുന്നടാ, അഖിലെ നിന്നെ വിളിക്കുന്നു അവര്. ആണോ എടാ, ഇതിൻ്റെ അകത്ത് ഫോമിലൊട്ടിക്കുന്നത് നീ ഇത് ചെയ്തോളാം, സീറ്റ് ബെൽറ്റ്. ഈ കാണുന്ന ഡോറ് മൊത്തം അഴിക്കണം കേട്ടോ. ഈ കാണുന്ന ഡോറ് മൊത്തം അഴിച്ചിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കണം. അതായത് ഇത് ലെവലല്ല, ഇത് അടച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ടോണി ഇത് കണ്ടോ, ഇത് കറക്റ്റ് അല്ല കേട്ടോ. ഇതിന്റെ ഗ്യാപ്പും സംഭവങ്ങളൊന്നും കറക്റ്റ് അല്ല. ഇതന്ന് താൽക്കാലികമായിട്ട് ഒപ്പിച്ച് വെച്ചേക്കുന്നതാണ്. ഈ ഡോർ ലെവൽ ചെയ്യണം. പിന്നെ എന്നാകില്ല ഞാൻ പറഞ്ഞതിലുള്ള പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അത് പറഞ്ഞില്ലടാ, അങ്ങനെ പറയല്ലേ, നമുക്ക് കാര്യങ്ങൾ നടത്തിയില്ല, നമ്മൾ പെട്ടു. തുറന്നടാ, ഞെക്കടാ ടോണി. ഗൈസ് നോക്കൂ. പിന്നെ ഇനി എന്നാ ഉള്ളതെന്നുള്ളത് ഓരോന്നായിട്ട് നോക്കണം കേട്ടോ. പിന്നെ വണ്ടി എടാ ഫുൾ ക്ലിയർ, എടാ ഫുൾ വണ്ടി ക്ലിയർ. ജസ്റ്റ് ടച്ചപ്പ് ആൻഡ് ക്ലിയർ. പറയാൻ പറഞ്ഞു. ഉള്ളിലെ ലൈറ്റ് കത്തുന്നില്ല, അതിൻ്റെ അകത്ത് മൊത്തം കത്തിപ്പോയി. അത് ഞാൻ താൽക്കാലിക ഒരു സ്ഥലത്ത് നിന്നെ വിളിച്ച് ചെയ്ത് എടാ ഉള്ളിലെ ലൈറ്റ് ചെക്കപ്പ്, ലൈറ്റ് ചേഞ്ച് ചെയ്യണം, അതിൻ്റെ സ്വിച്ചുകളെല്ലാം സെറ്റപ്പ് ചെയ്യണം. എഴുതി അതെഴുതിയോടാ. എടാ പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്.
എടാ ഒരു പണിയും കൂടെ ഉണ്ടായിരുന്നു. ബാത്റൂമിന്റെ മറ്റേ ഫ്ലോറിലടാ, ഫ്ലോറിൻ്റെ അകത്ത് ഒരു മറ്റേ ഏതാ ഒരു ഇതിൻ്റെ അകത്തുള്ള വെള്ളം താഴോട്ട് പോകുന്നില്ല. പൈപ്പ് പൊട്ടി. അല്ല അത് വേറെ സംഭവം ഉണ്ട്. എന്നാ ബ്ലോക്കാ? ബ്ലോക്ക് ചെയ്തതാ. എന്നാ അതും കൂടെ അത് ബ്ലോക്ക് ചെയ്തത് അത് ചെയ്യാൻ പറ്റില്ല. അത് ടാങ്കിന്റെ അടിയിലൊരു വേസ്റ്റ് ടാങ്ക് ഉണ്ടല്ലോ, അതിനകത്തേക്ക് ലീക്ക് ആണ്. അപ്പൊ ഞാൻ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചു. നമ്മൾ അന്ന് നൈറ്റ് അത് റെഡി ആക്കണോടാ, അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുക. അതും കൂടെ റെഡി ആക്കണോടാ. അല്ല അങ്ങനെ പറയല്ല, എഴുതാനുള്ള സ്ഥലം കഴിഞ്ഞോ? ഒരു വര ഇരിക്കേ, ഒരു വര വരയ്ക്കും. ഓക്കെ എഴുതിക്കും. അത് ജസ്റ്റ് ചെക്കിങ്. എന്നാ എഴുതാനാ പറഞ്ഞ? എന്നാ അതും കൂടെ ഉള്ളു. അതിൻ്റെ ഉള്ളില് ബാത്റൂമിന്റെ ഫ്ലോറില് വെള്ളം ഇറങ്ങുന്ന സാധനം നോക്കുക. ഇപ്പൊ ഇത്ര പ്രത്യക്ഷത്തിലുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഇവിടുത്തെ ടോപ്പ് കവർ പോയല്ലോടാ. ഇവിടുത്തെ ടോപ്പ് കവർ കാണുന്നില്ല. ടോപ്പ് കവർ മേടിച്ച് വെക്കണമല്ലോ. ആ ടോപ്പ് കവർ മേടിച്ച് വെക്കണം. പിന്നെ എന്നാടാ പണിയുള്ള? പിന്നെ അലോയ്മെന്റ് അത് പുറത്തുനിന്ന് ചെയ്യാനുള്ളതാണ്. പിന്നെ എന്നാ പണിയുള്ള ഗൈസ്? ഞാൻ വിട്ടുപോയ എന്തെങ്കിലും പണി നിങ്ങളായാലും ഓർക്കുന്നുണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ അറിയിക്കണം കേട്ടോ. ബാക്കി എഴുതാനുള്ളതാണ്. അത്ര ഉള്ളു തോന്നുന്നു ടോണി. ഇപ്പൊ നോക്കൂ, നേരത്തെ ആ സംഭവമില്ലേ, അത് നേരത്തെ ഉണ്ടായ സാധനം. ഇതാണ് അടിച്ചിട്ട് പൊളിഞ്ഞു പോയിരുന്ന സാധനം കേട്ടോ. ഇത് മൊത്തം ഊരി എടുത്തു. കുറച്ചു. ഈ സാധനം ഊരി എടുത്തു, മറ്റേ സാധനം ഊരി എടുത്തു. ഇതുണ്ടോ, ഇതൊക്കെ അവിടുത്തെ ആയിരുന്നു കേട്ടോ. ഇതതിന്റെ സൈഡിലെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഈ കാണുന്നൊക്കെ കേട്ടോ. അതെല്ലാം മാറ്റി ഊരി എടുത്ത് ലെവലാക്കി. ഇക്കയില കയറി കയറിയിടാ. ഇനി നമ്മുടെ വണ്ടി പണിയാൻ വരും 5 ദിവസം ബാലൻസ് ഉള്ളൂ. 5 ദിവസത്തിനുള്ളിൽ ഇവിടുത്തെ പണിയും പ്രിൻസേറിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് പണിയും AC പണിയും തീർക്കണം. കാരണം ഉള്ളിൽ AC ക്ക് കരകരയെന്ന് ബേക്കിംഗ് സൗണ്ട് വരുന്നുണ്ട്. അത് സമയത്ത് പ്രസാദ് ഇവിടെ ബാലറ്റ് പിടിപ്പിക്കുകയാണ്. കാരണം മേളിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സ്വിച്ചുകളുടെ കുറച്ച് വർക്ക് ചെയ്യാണ്ട്. കാരണം ഇതൊക്കെ അന്ന് കസ്റ്റംസ് ഇതുണ്ടോ, ഇതൊക്കെ പൊളിച്ച് കളഞ്ഞേക്കായിരുന്നു. ഇത് മാറ്റി പിടിപ്പിക്കണം. പിന്നെ ഇവിടുത്തെ ഇത് മാറ്റി സ്വിച്ച് ആക്കണം. അങ്ങനെ കുറച്ച് പരിപാടികൾ അവിടെ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. അത് ഞാൻ മറന്നു പോയതാണ്, അത് എഴുതിക്കണം. ഞാൻ വണ്ടിയുടെ മേളിലോട്ട് പോട്ടെ കേട്ടോ. ഗൈസ് ഇപ്പം തന്നെ വണ്ടിയുടെ ഇൻഷുറൻസ് അടച്ചേ ഉള്ളൂ 16,900. ഇനി ലക്ഷറി ടാക്സ് കൂടെ അടയ്ക്കാണ്ട്. അത് 3 മാസത്തെ വേണോ 1 വർഷത്തെ വേണമെന്ന് ചോദിക്കണം. ചൈനയ്ക്ക് ഏതാണോ ആവശ്യം, 1 വർഷത്തെയാണോ അല്ലെങ്കിൽ 3 മാസത്തെയാണോ വേണ്ടത്, അതിനനുസരിച്ച് ഒന്ന് അടിക്കാൻ വേണ്ടി ഇവിടെ വണ്ടിയുടെ ഇത് ബിൽഡ് ചെയ്ത് ശരിയാക്കാൻ വേണ്ടിയുള്ളത് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ചായ എന്നെയൊക്കെ ഉദ്ദേശം ഇത് വലുതാണല്ലോ. അപ്പൊ ഇതങ്ങനെ ചെറുതാക്കും. ഐഡിയ എല്ലാം കഴിഞ്ഞു. അത് നമ്മളിനിപ്പോ ഇവിടെ ഉണ്ടല്ലോ, നമ്മളിപ്പോ വെച്ചിരിക്കുന്ന ഓക്കെ അല്ലേ, നമ്മളിവിടെ വെച്ചിരിക്കുന്നതേ, ഇപ്പൊ നമ്മൾ വെച്ചിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് അയ്യോ എൻ്റെ വണ്ടി കുളമായി. ഉള്ളൊക്കെ ഫുള്ള് പൊടിയായിട്ടോ. വാശിയുണ്ട്. ഇതെന്നെ ഉദ്ദേശിക്കുന്ന ഇക്കേക്ക് ബിൽഡിംഗ് ഒക്കെ അറിയാം. പിന്നെ അല്ല വെറുതെ പൂത്തിരി കത്തിക്കുന്നതാണോ? താൻ പോടോന്നോ? അയ്യോ എന്നോട് താൻ പോടോന്ന് പറഞ്ഞു. ഞാൻ പിണങ്ങി. ഗൈസ് അതായത് ഇവിടെ ബിൽഡ് ചെയ്യാതെ കത്തുന്നു. എൻ്റെ വണ്ടി കത്തിക്കുവോ? മാതാവിനൊന്നും സംഭവിക്കല്ലേ. ആ മാതാവിനെ അന്ന് അവിടെ നിന്ന് പറിച്ചു എൻ്റെ പണി പാളിയത്. ഗൈസ് നോക്കൂ, അതായത് ഞാനൊരു കേസ് ചോദിക്കട്ടെ. ഇതിപ്പം ഈ ഫുൾ ആവൂല്ലേക്കാ. അപ്പൊ ഇതെങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്? എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇരിക്കണ സാധനം ഇവിടെ നിന്ന് നമുക്ക് ഇവിടം വരെ വരുള്ളൂ. അപ്പൊ അങ്ങനെ മേടിച്ചോ, ഒന്ന് മേടിക്കാൻ പറ്റും. എന്റെ പൊന്നു ഭായി ഇത് നമ്മള് ഇവിടം വരെ നമുക്ക് എത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ സ്ക്വയർ ട്യൂബ് വെച്ച് വെൽഡ് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഇപ്പൊ ഇതിന്റെ വെച്ചിട്ട് വെൽഡ് ചെയ്യും. അത് വെൽഡ് ചെയ്ത് ഈ കറക്റ്റ് ലെവലിൽ വെക്കും. ഈ കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് ഇത് വെൽഡ് ചെയ്യും. സഞ്ജിത് ഭായ് കട്ട് എന്നിട്ട് അതെടുത്ത് ഇതിന്റെ മേലിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് വെക്കും. വെച്ച് അത് സ്ക്രൂ അടിച്ച് സിലിക്കോണൊക്കെ ഇട്ട് ഫൈബർ ഇട്ട് സെറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഷീറ്റ് അടിച്ചാൽ അടച്ചോളെ. ഓക്കെ പരിപാടി കഴിഞ്ഞു. ഓക്കെ സംഭവം ലെവൽ ചെയ്തോണ്ടിരിക്കുക. ലിവി ഇപ്പോൾ അടുത്ത പണി ചെയ്യുന്ന സംഭവത്തിലേക്ക് ലിവി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഏകദേശം നമ്മൾ സെറ്റപ്പ് ആക്കിയല്ലോ. ഇനിയിപ്പോൾ അടുത്ത പണി, അതായത് അഖിൽ അവിടെ ഒരു അർബാനി പണിയുന്നുണ്ട്. അങ്ങോട്ട് പോയതാണ്. പിന്നെ അഖിലിനെ പിടിച്ചോണ്ട് വരണം. ഇവിടെ ബിൽഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആ പ്രിൻസേട്ടാ കേക്കാവോ? അതായത് എൻ്റെ മറ്റേ ഇതില്ലേ നമ്മുടെ വണ്ടിയുടെ സ്റ്റീറിങ്, അതിൻ്റെ അടിയിലെ യൂണിവേഴ്സലൊന്ന് മാറ്റണം. അതിന് പറവടെ അടിയുണ്ട്. മറ്റേ സ്റ്റീറിങ്ങിൻ്റെ. പിന്നെ അതേപോലെ തന്നെ ഇതില്ലേ നമ്മുടെ
നമ്മുടെ മറ്റേ ബ്രേക്ക് ഒന്ന് നോക്കണം, ABS-ന്റെ സാധനം ശരിയാക്കണം. പിന്നെ അതേപോലെ തന്നെ ഒരു പവർ കുറവുണ്ട് പ്രിൻസ് ചേട്ടാ. ഒരു പവർ കുറവുണ്ട്. പിന്നെ മറ്റേ ആ യെല്ലോ ലൈറ്റ് കത്തി, ആ യെല്ലോ ലൈറ്റ് ഒന്ന് റെഡിയാക്കണം. ആണോ? ഇന്ന് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ നാളെ എങ്ങാനും? നമ്മൾ മറ്റേ ഇവിടെ ആലുവ മാളിയമ്പീടിയാ. അതിൻ്റെ പ്രിൻസ് ചേട്ടൻ ഒന്ന് നോക്കി വെക്കും എന്തൊക്കെയാണ് വേണ്ട എല്ലാ സാധനം. എന്നിട്ട് ഞാൻ സാധനം എല്ലാം വന്നിട്ട് അങ്ങ് വണ്ടി വേണം പടയെന്ന് പണിതിങ്ങ് വന്നാൽ മതിയല്ലോ. ഇവിടുന്ന് പണിയണ്ട, ജസ്റ്റ് എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കി വെച്ചാൽ മതി. വരും. എന്നാ വരണേ, വരുമ്പോൾ വിളിക്കണേ. ഈ സാധനം വെച്ച് ബെൽഡ് ചെയ്ത് സ്പോട്ട് ചെയ്തോ. ഇത് വേണം, സ്പാനിൻ്റെ സ്ക്രൂ ഡ്രൈവർ വേണം. എന്നിട്ട് ഇത് നേരെ ഇത് കണ്ടോ, ഇതേ ഇങ്ങനെ സെറ്റപ്പ് ചെയ്യാം കേട്ടോ. ഇതാണ് സെറ്റപ്പ്. കറക്റ്റ്. ഇനി ഈ പാകം അടച്ച് വൃത്തിയാവും. ഇത് മറ്റേത് ഇത്രയും പൊക്കം, പിന്നെ ഇത് കൂടുതൽ പൊക്കം ഉണ്ടായിരുന്നു. ഇപ്പം പൊക്കം കുറഞ്ഞു കേട്ടോ. ACPക്ക് കട്ടി ഉണ്ടാവുമോ? ACP എന്ന് ഉദ്ദേശിക്കുന്നത് ഇരുമ്പ് ഷീറ്റാ? തകിട്. അല്ല മറ്റേ എന്റെ വണ്ടിക്കകത്ത് അടിച്ച ACP അല്ലല്ലോ. ആ സംഭവം ഉദ്ദേശിച്ച ഇക്ക ഒരു വേറൊരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട്. ഇക്ക എന്റെ ഫോണിലേക്ക് നോക്ക്. അതായത് ഈ കാണുന്ന സാധനം കണ്ടോ? ഏത്? ഇത് ഫാനല്ല, ഇത് തുറന്നിട്ട് കയറി ഇറങ്ങി വരുന്ന സാധനം. ഇതിന്റെ അകത്തൊരു ക്ലിപ്പാ. അത് ഇതിനകത്തോട്ട് തന്നെ പിടിപ്പിക്കാൻ പറ്റൂല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വേറൊരു മോഡൽ സാധനമാണ്. ഇത് ബസ്സിനൊക്കെ വന്നതാ. ഇതിപ്പോ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചാല് അകത്ത് നിന്ന് നിങ്ങൾ നേരെയാണ് മേലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഫുള്ള് ഓപ്പൺ ആയി. അത്രേ ഉള്ളൂ. അല്ല മൊത്തത്തിൽ പൊങ്ങാൻ പറ്റുമല്ലോ. ഇത് മൊത്തം പൊങ്ങും, ഫുള്ള് പൊങ്ങും. അതെ പൊങ്ങും. ഊരാൻ പറ്റുമല്ലോ. മീൻസ് ഇതിന്റെ ഒരു ഭാഗം ഊരി നമുക്ക് ഇങ്ങ് പുറത്തിറങ്ങാൻ പറ്റുമല്ലോ. പുറത്തിറങ്ങാൻ പറ്റൂല. അത് ആ സാധനം വെക്കുവാണെങ്കിൽ അത് പറ്റൂക്ക. പക്ഷെ അതിന് വെക്കാൻ പറ്റൂല. രണ്ട് സൈഡ് അത് സെറ്റ് ചെയ്തേക്കണല്ലേ. അല്ല അത് തന്നെ സാധനം. അതും ആ ഷോക്ക് ആബ്സറിന്റെ ലോക്കാ. അത് കാണിച്ചു തരണേ കഴിക്കാൻ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ സ്ലിപ്പിന് അവിടെ ഫാനും സംഭവങ്ങളൊക്കെ ഊരും കേട്ടോ. കാരണം ഇത് ഇന്ന് പടപടയും തീർന്നില്ല, പരിപാടി തീരില്ല. ഇതാ ഈ ACP സീറ്റായിട്ട് വെക്കാൻ പറ്റില്ല. അത് ഫുള്ള് ബ്ലാക്ക് അടിച്ച് സെറ്റപ്പ് ചെയ്യും. ഇറ്റ് ഈസ് വെരി അമേസിങ്. അമേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. ഗൈസ്, ചൈനയിൽ നിന്ന് ഞങ്ങൾ AC വെക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് AC വെക്കുള്ളൂ കേട്ടോ. ചൈനയിൽ നിന്ന് വെക്കുകയാണെങ്കിൽ ഇക്ക ഞാൻ ഇറങ്ങട്ടേക്കാം. 3 പേര് ഇവിടെ നിൽക്കുന്ന അത്ര നല്ലതല്ല. ഈ കാണുന്ന ഫാൻ ലിബിൻ ഊരും കേട്ടോ. ഈ കാണുന്ന ഫാൻ ഊരിയിട്ട് നജീബിക്ക് കൊടുക്കണം. ലിബിനെ, അതായത് ഇതൊന്ന് പിടിച്ച നീ ഞാൻ ഊരാ സാധനം. ഇതും പൊട്ടിപ്പോകണം. അതൊന്നും ചെയ്യാൻ പറ്റുമോ? പൊട്ടിയിരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും? പൊട്ടിയിരിക്കുന്ന സാധനമല്ലേ. മറ്റേപ്പാട് ഇനി ലോക്കായി പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ ചെയ്യുമോ? ഈ സാധനം ഇനി കയറ്റാൻ പറ്റുമോ നോക്കണം. നോക്കാം. എന്നാലും നോക്കാം. അയക്കാൻ വേണ്ടുന്നുണ്ട്. അയച്ചോനെ ഇവൻ വലിയ നീ എതിർവശത്തോട്ടാ ഇത് തിരിച്ചോണ്ടിരുന്നത്. ആണോ? അതല്ലേ തുറക്കാൻ ഞാൻ ഊരി. അയ്യോ പണിയെടുക്കുന്നു. അയ്യോ അഖിലേ, ഇത് ഞങ്ങളെല്ലാരും കൂടി തീർന്നില്ല. ഈ പണി തീരില്ല കേട്ടോ. ഇതെന്നെ സംബന്ധിച്ചാൽ നമ്മളിപ്പോൾ ഉഷാറായിട്ട് കയറി തീർത്തില്ലല്ലോ. ഇവിടെ എങ്ങാനും ഇപ്പോൾ 2 ദിവസത്തിൽ വണ്ടികൾ എടുക്കുകയോ കയറുകയോ എങ്ങാനും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി ഡിലേ ആവും. നമ്മുടെ പരിപാടി എല്ലാം പാളും. കാരണം പൈസ പല സ്ഥലത്തും കെട്ടി വെച്ചാക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്ത് തീർത്തേ പറ്റൂ. ഒരു സ്ക്രൂ ഏതാ? സ്ക്രൂ ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ സ്ക്രൂ ഉണ്ട്. ഈ ഫാനും മോട്ടറല്ലേ ഫിറ്റ് ചെയ്യേണ്ട. അതന്നെ ഇക്ക നജീബിക്ക ഊരി അത് അവിടുന്ന് വെക്കാൻ പറ്റുമല്ലോ. താഴെ ഇറക്കി കവർ വെക്കാൻ പറ്റുമോ? കവറ് താഴെ വീഴുന്നത് ജസ്റ്റ് രക്ഷപ്പെട്ടു. എടാ നീ സംസാരിക്കാൻ വന്നാ? പണിയെടുക്കാൻ വന്നല്ല. അഖില് മാനേജറായ പിന്നെ ഒരു ഇതില്ല അല്ലേ? എടാ അഖിലേ, എടാ ഇപ്പം വെച്ച സാധനമല്ലേ അത് നീ കയറ്റാൻ പറ്റുമോ? ഏത് ആ തിരിക്കുന്ന സാധനമല്ലേ? പറ്റില്ല. അത് വേറെ ടൈപ്പാണ്. അത് ഷോക്ക് അപ്സ് വരുന്നതാണ്. ഇതിനെ തിരിച്ചിട്ട് ലോക്ക് പിടിക്കുന്നതും. ആ വെള്ള സാധനം വെച്ചോ, ഒന്ന് തരാമോ? താഴോട്ട് വെള്ള സാധനം ഞാൻ വെച്ചില്ലല്ലോ. പറ്റില്ലല്ലോ. അല്ല നോക്കട്ടെ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നോക്കട്ടെ. ഐഡിയ ഉണ്ട്. കൊതുകിനെ നമുക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം. ഐഡിയ ഇല്ല. കൊതുകിനെ നമ്മൾ മേളിൽ നിന്ന് പൊക്കാൻ പറ്റുമോ എനിക്ക്? അതിന് പറ്റേ അത് ഈ സാധനം ഇല്ല, അത് പറ്റില്ല.
അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ അഖിലേട്ടാ, ഈ വണ്ടിയുടെ ഉള്ളിൽ താക്കോൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ വണ്ടി തുറക്കാനുള്ള എന്തെങ്കിലും ഐഡിയ നമുക്ക് കണ്ടുപിടിച്ചു. നമ്മള് വണ്ടി ഫുൾ ലോക്കായി പോവുക ചെയ്ത് കഴിഞ്ഞാൽ ഐഡിയ പറയല്ലേ, അത് വണ്ടിക്കുള്ളിൽ കയറാനുള്ള സംവിധാനം നോക്കിയതാട്ടോ. ഓക്കെയാണ്. അയ്യോ ആ സൈഡൊക്കെ പോറി, ഇതൊക്കെ പോറി. ആ ഗൈസ് ഇവനെ വയറിനടിച്ചു ഗൈസ്. സിക്സ് പാക്കുള്ള വയറായിരുന്നു. ഓ മൈ ഗോഡ്. എടാ 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 ഈ പൈപ്പ് ഞാൻ മേടിച്ചോണ്ട് വരാടാ. എല്ലാരും പറഞ്ഞോ അഖിലിന്റെ കല്യാണോ? അകലില്ലേന്നാ അല്ല മറ്റേത് പോയത് ഞാൻ നിങ്ങളെ കൊണ്ട് കട്ട് ചെയ്യാൻ നിങ്ങൾ വീഡിയോയിലിട്ടോ ഇവൻ കല്യാണത്തിന് പോയേ? ഇവൻ കല്യാണത്തിന് പോയത് നിങ്ങൾ വീഡിയോ പറഞ്ഞോ? പെണ്ണാണോ പോയി പറഞ്ഞോ? ഞാൻ 2 പ്രാവശ്യം വിളിച്ചിട്ട് ഇവൻ കട്ട് ചെയ്യിച്ചു കളഞ്ഞ. എടാ ഇത് ഈ പൈപ്പ് കയറണം. നീ എന്നാ ഇതിൻ്റെ അകത്തോട്ട് കയറി ഇന്ന് രാത്രി കയറുമോ? ഞാനൊരു 3-4 മണി നമുക്ക് കയറാം. 4 മണിയാകുമ്പോൾ ഇല്ലത് കയറും. എത്രയോ പേരെ ജീവിതം പോയി. അഖിലേട്ടനെ പ്രണയിച്ച് എത്ര പേര് നടന്നോ? എല്ലാം പോയില്ലേ? എടാ പിന്നെ ഇത് കണ്ടോടാ, ഇതേ ഇത് നോക്കടാ. എടാ ഇത് 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 ഇവിടുന്ന് മാറ്റി ഇത് വേറെ സെറ്റപ്പ് ചെയ്യണം. ഇതുണ്ടല്ലോ, ഇത് ഇതേപോലത്തെ സ്വിച്ച് പോയി ഓൺ ഓഫ്. ഇതേപോലെ വേറെ ടൈപ്പ് വെച്ച് തരാം. ഇത് ഇളകി ഇത് പൊളിച്ചെടുത്തല്ലേ ഇത്. ഇതും മാറ്റണം. ഇതിന് ഇങ്ങനത്തെ സ്വിച്ച് വേണ്ടേ വേണ്ട. ഒന്നേ ഇങ്ങനത്തെ ആ വെച്ചാക്കുന്ന പോലത്തെ അല്ല അങ്ങനത്തെ വെച്ച് തന്നാൽ മതി. പിന്നെ ഇതൊക്കെ ഇവിടുന്ന് മാറ്റി നമുക്ക് നല്ല രീതിയിൽ മാറ്റണം. കാരണം ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ പ്രാവശ്യം കുറേ സാധനങ്ങളുണ്ട്, ഇതൊക്കെ പോയി. ഇതൊക്കെ ഇവിടുന്ന് ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ സെറ്റ് ചെയ്യണം. ഇത് കണ്ടോ, ഇത് സെറ്റപ്പ് ചെയ്യണം. ഇതിനകത്തല്ല, ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഇതിനകത്ത് ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് ഡ്രസ്സ് ഇടാണ്ടിരുന്നാൽ മതി. അല്ല 2-3 പറയണ്ടല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ എന്തൊക്കെയോ ചെയ്യാണ്ട് കേട്ടോ. എല്ലാം ചെയ്തിട്ട് ആദ്യം പണികൾ തീരട്ടെ, എന്നിട്ട് വേണം ഇനി ക്ലിയർ അടിക്കണം. കുറേ പരിപാടി ഉണ്ട് കേട്ടോ. 3-4 ദിവസം കൊണ്ട് പരിപാടി എടുക്കണം. ഹായ് ചോട്ടു ബും ബും ഗൈസ് നോക്കൂ. അപ്പം അങ്ങനെ ഓരോ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞ് ഇതിൻ്റെ പരിപാടി ഇത് ഇന്ന് രാത്രി ഞാൻ ആരെയും കൊണ്ട് ചെയ്യിക്കും കേട്ടോ. ഇയാൾ നിങ്ങൾക്ക് അറിയാവോ? ഇയാൾ പ്രശസ്തനായ ഒരാളാട്ടോ. ഇയാൾ വലിയൊരു പെയിന്ററായിരുന്നു. കഴിവുള്ള മനുഷ്യനാണ്, കൈമനുഷ്യനാട്ടോ. അതായത് എന്ത് പരിപാടി കൈകൊണ്ട്. അതെ അതെ. പിന്നെ ചിരിക്കുന്ന ചിരിക്കല്ലെന്ന്. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കാം പ്ലീസ്. ചിരിക്കല്ലെന്ന്. ഹൈസ് പുള്ളി മേലിൽ പെയിന്റ് അടിക്കാൻ കേട്ടോ. എല്ലാവരും പുറകെ ഓടി നടക്കുക. കാരണം ഇവരെങ്ങാനും ഏതെങ്കിലും വിശത്തോട്ട് പോയാൽ പിന്നെ ഉണ്ടല്ലോ പിന്നെ ചെയ്ത് ഇവനെ പോകല്ലോ. ഇങ്ങ് വരാൻ ഹൈസ് ഇവരെല്ലാം ഓടിപ്പിടിച്ച് നടക്കും കേട്ടോ. കാരണം ഇവർ ഒരു വണ്ടിയിലേക്ക് മാറി കയറിയാ പ്രസാദ് എടുപ്പോ പ്രസാദ്. ഓക്കെ ഗൈസ് നോക്കൂ, മാറിപ്പോയി കഴിഞ്ഞാൽ പോയതാട്ടോ, പിന്നെ കിട്ടത്തില്ല. പിന്നെ അടുത്ത വണ്ടിയിൽ നിന്ന് പൊക്കിക്കൊണ്ട് വരൽ ഭയങ്കര പാടായിരിക്കും കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ കാണുന്ന ടൈപ്പ് ക്യാമറകളാണ് നമ്മൾ അടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. 4 എണ്ണം ഉണ്ട്. ഈ 4 എണ്ണം നമുക്ക് ഫിറ്റ് ചെയ്യാൻ കേട്ടോ. ഇത് വേറെ കാര്യമുണ്ട്, ലൈറ്റാന്ന് ഓർത്തിട്ട് രാത്രി ലൈറ്റ് ഇട്ടു. ഇതിൻ്റെ അത് ലൈറ്റൊക്കെ നൈറ്റ് വിഷൻ ലൈറ്റും സംഭവങ്ങളൊക്കെ വരുന്ന സാധനമാണ്. അഖിലേ ഈ 4 എണ്ണം നമുക്ക് ഫിറ്റ് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ 2 ഇനിയുണ്ട് 2 എണ്ണം കൂടെ. അങ്ങനെയുണ്ട്. ഇത് പോകുന്നു സാധനങ്ങൾ പോകുന്നു. സാധനങ്ങളൊന്നും പോകല്ലോ കേട്ടോ. ഇത് കണ്ടോ, ഈ കാണുന്ന സ്ക്രീനും വെക്കണം കേട്ടോ. ഇത് സൈഡ് നിനക്ക് എങ്ങനെ മനസ്സിലായി? ഇനി നിറം വ്യത്യാസമുണ്ട്. ഇത് സൈഡ്, ഇത് ബാക്കും ഫ്രണ്ടും. ഇത് സൈഡിലോട്ട് ഒരെണ്ണം കൂടെ കാണുന്നില്ലോട്ടോ. ഒരെണ്ണം കൂടെ അതേതാ സൈഡിലോട്ട് അത് തന്നെ അല്ലേ? അതെല്ലാം ചളി പോകുന്നതാ. സ്ക്രൂവും എട്ടുമ്പോട്ടും നമ്മുടെ ഈ ഫ്രണ്ടിൽ ഈ കാണുന്ന ഭാഗമുണ്ട്. ഇവിടെ ഒരു വലിയ ചളുക്കുണ്ടെന്ന് ഇടിച്ചതിൻ്റെ ആ ചളുക്ക് ഇപ്പം മാറ്റണം കേട്ടോ. ആ ചളുക്ക് മാറ്റിയില്ലെങ്കിൽ പണി പാളും. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇന്ന് രാത്രിയിൽ പിള്ളേരെ കൊണ്ട് ജയിപ്പിക്കാനുള്ള കേസ് വിധിച്ചിരിക്കും കേട്ടോ. മറ്റേ അവനോട് പറയണം ശ്രദ്ധിച്ച് ചെയ്യണം, നല്ല പൊടിഞ്ഞു വീഴും. മറ്റേ ചെതലും പുറ്റലൊക്കെ കയറി പിടിച്ചല്ലേ. അതെ അത് പറയണേ കേട്ടോ. ഈ ഭാഗം ഇത് ഞാൻ കാണിച്ചു തന്ന ഭാഗങ്ങൾ പറയാൻ പറഞ്ഞാൽ കേട്ടോ. ഞാൻ വരയ്ക്കാം. അത് വെക്കണം, ഇന്ന് വെക്കും. അതൊന്ന് സൈഡ് നോക്കിയതാ പോയി. പിന്നെ ബിബിൻ ഉണ്ടല്ലോ, ഇവിടെ പച്ച സാധനമായിട്ട് ഇടുന്നത്, അതായത് മെറ്റൽ ഫിൽറ്റർ എന്നാണ് ബിബിൻ പറഞ്ഞത്. ഇതാകുമ്പോൾ തകിടയിൽ നല്ല പിടുത്തമായിരിക്കും എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും ബസ്സിനോട് നല്ല. ബിബിനെ ഇത് തന്നെ പറയണേ, പറയുക. നോക്കൂ, ഇക്ക ഓടി പറന്ന് കിടക്കാം കേട്ടോ. കാരണം കുറേ വണ്ടികളെ പരിപാടികൾ ചെയ്ത് തീർക്കാണ്ട്. ഏതാണ്ട് 10-30 വണ്ടി നമ്മുടെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. എന്നേക്കാ കയറിക്കും കയറട്ടെ. ഇക്ക ഇതിൻ്റെ സീറ്റ് ബെൽറ്റ് ഓർഡർ ചെയ്യണം. ഉണ്ടോ? എന്നാ ഉദ്ദേശം എന്നാ? ഇതിലങ്ങ് പോയാൽ പോരെ? പൊക്കോ. എന്നേക്കാ സെറ്റായിട്ടോ. ഇക്ക അവിടെ ഒരു കവറും കൂടെ വെക്കാൻ വേണ്ടി പോയി. സെറ്റായി.
ആ ഓക്കെ 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 ഓക്കെ. ഫാൻ്റെ ലൈനും കൊടുത്തിട്ടുണ്ട് അവിടെ ഓൾറെഡി ഒരു ലൈൻ വന്ന് കിടപ്പുണ്ട്. അവിടെ ഒരു ലൈൻ വന്ന് കിടപ്പുണ്ടായിരുന്നല്ലോ. കൊടുത്താൽ മതി കേട്ടോ. ആ അത് ക്ലിയർ ആയി. ആ അതായി. വേറെ ചെയ്യാനല്ലോ. ഓക്കെ ഇതാ ക്ലിയർ അല്ല. ഓക്കെ ഓക്കെ തുറന്നിരിക്കട്ടെ, കാറ്റിട്ടെ. ഇക്കാ അതിനൊരു കവറും കൂടെ കൊടുക്കാൻ പറ്റുന്നത് വേറെ ലെവലിലേക്ക്. ഏത് കവറാണ്? ഏത് കവറാ? മറ്റേ അടിയിലേ ആ ഒരു ചെറിയ കവറും കൂടെ കൊടുക്കാൻ പറ്റുമായിരുന്നല്ലോ. ഫാനെ വേറെ ലെവലിലേക്ക് വന്നാന് ഒരു ഗ്രില്ല് പോലെ എന്തെങ്കിലും വളച്ച് സ്ക്രൂ ചെയ്ത് നോക്കാൻ പറ്റുമോ? ഫാൻ്റെ കവർ കിട്ടൂലല്ലോ. ഈ ഫാൻ്റെ കവർ എന്താ ചെയ്യുന്നത്? ആ ഇതിന്റെ ഒക്കെ ഊരി കളഞ്ഞില്ല, നമ്മളെല്ലാവരും കളഞ്ഞില്ലേ. ഗൈസ് നോക്കൂ, ഫൈനലി ഇക്ക കയറി സമ്മർ സെറ്റപ്പ് ചെയ്തിട്ടോ. ഇല്ല ഞങ്ങൾ ഇഷ എണ്ണ വരച്ചു പോയനെ, കാരണം ഇതൊന്നും അല്ല, ഇനിയും പണിയുണ്ട്. സെൻട്രൽ ലോക്കിന്റെ കാര്യം സെൻട്രൽ ലോക്കല്ല, പവർ വിൻഡോ. ഇത് വായിച്ചേ ഇങ്ങനെ ആ സാധനങ്ങൾ ഓരോന്ന് വായിച്ചു കേട്ടെ. എന്നിട്ട് അതിനനുസരിച്ച് സാധനങ്ങൾ ഇന്നല്ല നാളെ പോയി മേടിക്കണം, അല്ല പിന്നെ സാധനങ്ങൾ ഉണ്ടാവില്ല. ഗൈസ് ഈ കാണുന്ന കംപ്രസർ ഭയങ്കര പരാജയമായിട്ട് ആരും മനസ്സിലാക്കില്ല കേട്ടോ. സത്യമല്ലേ? ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ് കേട്ടോ. എന്നിട്ട് എത്ര കംപ്രസർ 3 കംപ്രസർ ഞാൻ ഇവിടെ മേടിച്ചോട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ വണ്ടിയുടെ പരിപാടിയും കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളെ കഴിഞ്ഞായിട്ടുള്ള പരിപാടി. ഗൈസ് നോക്കൂ, വണ്ടി ഉണ്ടല്ലോ നമ്മൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് കണ്ടീഷനാക്കിയിട്ട് ആണ് നമ്മൾ പോകുന്നത്. അതായത് നമുക്ക് ചൈനയ്ക്ക് പോകാൻ നേരത്ത് നമുക്ക് വണ്ടി സ്റ്റോക്ക് കണ്ടീഷനായിരിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് കണ്ടീഷനിലാക്കി നമ്മൾ പോവുക. നമ്മുടെ സെറ്റപ്പ് ആ ഒരു സെറ്റപ്പിലേക്കാണ് നമ്മുടെ വണ്ടി പണിയുക. സ്റ്റാൻഡേർഡ്, അതായത് പക്ക സ്റ്റാൻഡേർഡിലായിരിക്കും നമ്മൾ വണ്ടി എങ്ങനെയാ വന്നാക്കുന്നത് അതേപോലെ സ്റ്റാൻഡേർഡ് ലുക്കിലാണ് നമ്മൾ ഈ ബസ് പോകുന്നത്. കാരണം ഇത്രയും നമുക്ക് ഇത്രയും ലോങ് പോകേണ്ട ആയതുകൊണ്ട് നമുക്കൊരു സാധനം പറഞ്ഞു പോയി കിട്ടൂല. അപ്പൊ കമ്പനി എങ്ങനെയാണോ കൊണ്ടുവന്നത് അതേപോലെ കൊണ്ടു നടക്കണേ, ഒന്നും പറഞ്ഞും പോയില്ല, ഒരു പ്രശ്നമില്ല. നോക്കൂ, അതുകൊണ്ട് നമ്മൾ വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിലാണ് കൊണ്ടുവന്നത്. നോക്കൂ, അതായത് വണ്ടിയിൽ സ്റ്റിക്കറോ അങ്ങനെ ഒന്നുമില്ല. വണ്ടിക്ക് നമ്മൾ എങ്ങനെയാണ് പെയിന്റ് സംഭവം ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അതിൽ വണ്ടിയിലൊക്കെ ഉണ്ടായിരുന്ന ചെറിയ സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്ന എല്ലാം പറിച്ച് കളഞ്ഞു. ബാക്കിയുള്ള ഓരോന്നോരോന്നെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് സ്റ്റോക്ക് കണ്ടീഷനിലാണ് നമ്മൾ വണ്ടി ചൈനയിലേക്ക് കൊണ്ടുപോകുന്നത്.